പാലും സേമിയയും കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കസ്റ്റാർഡിൻ്റെ റെസിപ്പി നോക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് തന്നെ ചൂടായി വന്നതിന് ശേഷം 1/2 കപ്പ് സേമിയ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് കളറെല്ലാം ഒന്ന് ചേഞ്ചായി വരുന്നതുവരെ ഒന്ന് വറുത്തിട്ട് എടുക്കണം. ഞാനിവിടെ കട്ടിയുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത്. തിന്നായിട്ടുള്ള സേമിയാണ് കയ്യിലുള്ളതെങ്കിൽ അതെടുത്താലും മതിയാകും. നന്നായിട്ട് തന്നെ ഇതുപോലെ കളറെല്ലാം ഒന്ന് ചേഞ്ചായി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. ആ പാലിൽ കിടന്ന് ആ സേമിയെല്ലാം ഒന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ആ പാലെല്ലാം ഒന്ന് തിളച്ച് ആ സേമിയെല്ലാം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയെല്ലാം ഒന്ന് മെൽറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള കസ്റ്റാർഡിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അതിനായി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വാനില ഫ്ലേവറിൻ്റെ കസ്റ്റാർഡ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇനി 1/2 കപ്പ് പാലും കൂടെ ഒഴിച്ചതിന് ശേഷം ഒട്ടും കട്ടകളില്ലാതെ നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കസ്റ്റാർഡിൻ്റെ മിക്സ് നന്നായിട്ട് ഇനി ഇവിടെ ഒട്ടും കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം കസ്റ്റാർഡിൻ്റെ മിക്സ് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ കസ്റ്റാർഡിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. കസ്റ്റാർഡിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറി ഒന്നും കൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കിയതിന് ശേഷം വേറൊരു ബൗളിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് 1-2 മണിക്കൂർ ഒന്ന് തണുപ്പിച്ചിട്ട് എടുക്കണം. ഇതിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2 മണിക്കൂർ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കതിലേക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബദാമും പിസ്തയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഫ്രൂട്ട്സുകളാണ്. ഞാനിവിടെ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കറുത്ത മുന്തിരിയാണ്. കുരുവില്ലാത്ത 1/2 കപ്പ് മുന്തിരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു പകുതി ആപ്പിൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് നേന്ത്രപ്പഴമാണ്. ഒരു ചെറിയ നേന്ത്രപ്പഴം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 10 ഡേറ്റ്സും കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യാനും മറക്കരുതേ. പുതിയ വീഡിയോയുമായി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.